പുതുക്കൈ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിലേക്കുള്ള രണ്ടാംഘട്ട വിളവെടുപ്പ് പട്ടേന വൈനിങ്ങാൽ വയലിൽ നടന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 19 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ടം നടക്കുന്നത്. ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അനേകായിരം ഭക്തജനങ്ങൾക്ക് മുച്ചിലോട്ടമ്മയുടെ പ്രസാദമായ അന്നദാനം ഒരുക്കുന്നതിനായാണ് ജൈവ പച്ചക്കറി കൃഷി ഒരുക്കിയത്. പട്ടേന മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വൈനിങ്ങാൽ വയലിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചു. ജൈവ പച്ചക്കറി കൃഷിയുടെ രണ്ടാംഘട്ട വിളവെടുപ്പ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. വളരെ ധന്യമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ ശ്രീ മുച്ചിലോട്ട് പെരിങ്കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. കാർഷിക മേഖലയിൽ ഈ പ്രവർത്തനം എത്തിയെന്ന് പറയുന്നത് വളരെ മാതൃകാപരമാണ്. ഒരു ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായി തന്നെ നല്ലൊരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം ഏറ്റവും സന്തോഷപൂർവ്വം എല്ലാവരും ഏറ്റെടുക്കുകയും അതിൻ്റെ വിളവിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. കാരണം കൃഷി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൃഷിയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. ചടങ്ങിൽ പെരിങ്കളിയാട്ട ആഘോഷ കമ്മിറ്റി ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻമാരായ കെ വി ദിനേശൻ, വി പ്രകാശൻ, ജനറൽ കൺവീനർ വി കൃഷ്ണൻ, ട്രഷറർ എം വി വിജയൻ, സതീശൻ, വരദായിനി, വി രാജൻ, വനിതാ കമ്മിറ്റി കൺവീനർ കെ വി ജയശ്രീ, സബ് കമ്മിറ്റി ചെയർമാൻമാരായ സേതു ബംഗളം, സി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം കോയ്മമാരും ആചാരസ്ഥാനികരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം ബാല്യക്കാരും മാതൃസമിതി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.